ഈ മുതലത് കാണട്ടെ ചിലപ്പോൾ ചേട്ടാ നമ്മളെ കാണാൻ വേണ്ടി 100 കിലോമീറ്റർ ഓടിച്ചു വന്നതാണ്. ഇപ്പോഴാണ് ഈ മുതലൊന്ന് കാണാൻ പറ്റി. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്, യൂട്യൂബിലും ചെല്ലപ്പഞ്ചേട്ടൻ തന്നെ ഇപ്പോഴാണ് കാണാൻ പറ്റി. സീതാർകുണ്ട് എപ്പോഴാണ് തുറക്കാൻ മേലേക്ക് പോകാനുള്ളത്? അതല്ലേ അവിടെ എന്താ പണി ഒന്നാമത് അവിടെ പോകുമ്പോ വയറൊക്കെ കിട്ടുന്നത് ഇപ്പൊ ചുമട്ടിപ്പിച്ച് രണ്ടാം പറയുകയാണ് അതിനുള്ള ആൾക്കാർ 2-3 പൊട്ടേ അടിയക്കടി. അതെ, അപ്പൊ തൽക്കാലം സേഫ്റ്റി ആക്കി കൊണ്ടിട്ട് കൊടുക്കും. ഇങ്ങോട്ട് നിൽക്കണം, ഇങ്ങോട്ട് നിൽക്കണം. ഹലോ ഗേസ്, അപ്പം നമ്മൾ നേരെ കൊല്ലങ്കോട് പോവാണ്. സൺഡേ ആയിട്ട് ചെറിയൊരു ട്രിപ്പ് പോകാന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ നേരെ പെട്ടെന്നുള്ള യാത്രയാണ്. അപ്പോൾ നേരെ നമുക്ക് കൊല്ലങ്കോട് എത്തി കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ കൊല്ലങ്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ചെറിയൊരു മഴച്ചാറ്റിലുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് അവിടെ പോയിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ലെന്നൊന്നും അറിയാം. മഴ പെയ്തിനും കടിക്കണം. ഇപ്പോൾ മലയൊക്കെ ഇങ്ങനെ കോടയൊക്കെ പൊതിഞ്ഞ് ഇപ്പോൾ മലയൊന്നും അങ്ങനെ കാണില്ല കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടുന്ന് വെള്ളച്ചാട്ടത്തിൽ നല്ല സൂപ്പറായി കണ്ടിരുന്നു. ഇപ്പോൾ ചെറിയ രീതിയിലാണ് കാണുന്നത്. നമുക്ക് ക്യാമറയിൽ കൂടെ അങ്ങനെ കിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയൊക്കെ റോഡൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ. ഒന്നാമത്തെ പോക്കാണ്, അതിൻ്റെ ഇടയിൽ കൂടെ റോഡും ഭയങ്കര മോശം. മൊത്തം കട്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്രയും നല്ലൊരു ഫേമസ് സ്ഥലം ഉണ്ടായിട്ട് ഈ റോഡ് അവർക്ക് ഇതുവരെ ശരിയാക്കാൻ പറ്റില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഇവിടുത്തെ റോഡ് ഭയങ്കര മോശമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കൊല്ലങ്കോട് എത്തി. ഇപ്പോൾ ഒരു വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാടം അവൻ്റെ ആ ഒരു നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ കാണാം കേട്ടോ. അവിടെ ഇടിച്ച് ഇറങ്ങൂടാ? ഇല്ല, കുഴപ്പമില്ലല്ലോ. ഒരു പാലം കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള സ്ഥലം. കൊല്ലങ്കോട് തന്നെ പറഞ്ഞോ, സീതാർകുണ്ട് വെള്ളച്ചാട്ടമാണ് നമുക്ക് പോകേണ്ടത്. കൊല്ലങ്കോട് കഴിഞ്ഞു, നമുക്ക് അങ്ങോട്ട് പോകണം. സീതാർകുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നല്ല ഇട്ടായിട്ട് ഞാൻ അന്ന് വീഡിയോ എടുത്തിരുന്നു. പക്ഷെ അന്ന് അങ്ങനെ ഇട്ടില്ല എന്ന് എനിക്കറിയില്ല. ഇനി നമുക്ക് നമ്മുടെ ആ ഗ്രാമീണ ഭംഗിയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ അന്ന് വന്നപ്പോൾ ഇവിടെ നെൽവയലുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നിപ്പോ പാടൊക്കെ നല്ല അടിപൊളിയായിട്ട് നെല്ലൊക്കെ ചെറുതായിട്ട് പൊങ്ങിയിട്ടൊക്കെ ഉണ്ട്. താമരപ്പാടം പോയിക്കൊണ്ടിരിക്കുക. താമരപ്പാടം ഉണ്ട് ഇവിടെ. താമരപ്പാടം താമരപ്പാടത്തിന് അന്ന് ഇവിടെ താമരൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വണ്ടി പാർക്കിംഗ് നോക്കുന്നുണ്ട്. ഇതാണ് തോന്നുന്നത് ആ ചായക്കട. മറ്റാണ് ചായക്കട ഇതല്ലേ? ഇതാ പുതിയ ചായക്കട, ചേച്ചിയുടെ ചായക്കട. ചേച്ചി അതിൻ്റെ ഉള്ളിലുണ്ടാക്കുന്നുണ്ട്. എന്താ ചെയ്യണ്ട? ഇവിടെ നിർത്തണോ അതോ പോയി നോക്കണം? അങ്ങോട്ട് പോയാൽ സീതാർകുണ്ടിക്കാ? അങ്ങനെ പോവാം, പോയിട്ട് വരാം. ഓക്കെ, നമ്മൾ ആദ്യം പോണ സീതാർകുണ്ടിക്കാണ്. സീതാർകുണ്ട് വാട്ടർഫാൾസ് കണ്ടിട്ട് നേരം കേട്ടാ ആ വണ്ടിയൊക്കെ വരുന്നുണ്ട്. എമ്മാരി കട്ടണം നടക്കും. വഴിയൊക്കെ നല്ല വീതി ഉണ്ട്. പക്ഷെ കാരണം സീതാർകുണ്ടിക്ക് പോകാനുള്ള വഴിയാണ്. ഫേമസ് ആയിട്ടുള്ളൊരു വാട്ടർഫാൾസ് ആണ് സീതാർകുണ്ട് പറയുന്നത്. ഒരുപാട് സ്ഥലത്തു നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നൊരു സ്ഥലം കൂടെയാണ് ഈ ഒരു സീതാർകുണ്ട് ഇങ്ങോട്ടൊക്കെ. അപ്പോൾ എന്താ പറയുക, ഭയങ്കര കട്ടറും ഇതൊക്കെ. ഇങ്ങോട്ടൊക്കെ ഒരു പ്രാവശ്യം വന്നാൽ തന്നെ നമുക്ക് മതി. അത്രയ്ക്കുള്ളൊരു ഭയങ്കരമായ മോശപ്പെട്ടൊരു വഴി. വലിയ വലിയ കുണ്ടുകളാണ്. വണ്ടിയൊക്കെ അടിമുട്ടി ആ വണ്ടിയൊക്കെ നാശം ഉണ്ട് വന്നത് തന്നെ. അതാ വലിയ ട്രിക്കാണ് അവിടെ നിർത്തിയിട്ട്. ശരിക്കും പറഞ്ഞല്ലേ, ഈ റോഡിൽ ഇങ്ങനെ വരുന്ന ടൈമിൽ നമുക്ക് ഇങ്ങോട്ട് പൈസ തരണ്ടേ? അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥ എടുക്കുക. പാർക്കിംഗ് ഫീസൊക്കെ എത്ര 50 ചിലപ്പോൾ 100 മേടിക്കാൻ സാധ്യത. അങ്ങനെ കേസ് നമ്മൾ സീതാർകുണ്ട് എത്തിയുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ വണ്ടിയോട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ പോവാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫ്രെയിമൊക്കെ ഇവിടെ എന്തൊക്കെയാണ് വരുന്നുണ്ട്. എന്തൊക്കെ സെറ്റപ്പ് ആക്കുന്നുണ്ട്. ഒരു ആദ്യം ആ റോഡൊക്കെ സെറ്റപ്പ് ആക്കി അടിപൊളിയായിരുന്നു. വെള്ളം ചാടുന്നത് ഇവിടെ. അപ്പോൾ കേസ് നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് ആ മൂഞ്ചി കേട്ടോ. കാരണം അവിടെ അടച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റിയില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇരുട്ടായിട്ട് അതിനെ കാണാൻ വേണ്ടി പറ്റിയില്ല. ഈ പ്രാവശ്യം വന്നപ്പോൾ അവിടെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ താഴത്തേക്ക് ഏതൊരു വേറെ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് അന്ന് കാണാത്തൊരു ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ തെളിഞ്ഞപ്പോൾ നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങുകയാണ്. താഴത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഒരു വീടും ഒരു പഴയൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ നോക്കട്ടെ.
സീതാർകുണ്ട് എപ്പോഴാണ് തുറക്കാൻ മേലേക്ക് പോകാനുള്ളത്? 1-2 കൂടി ഉണ്ട്. അതെല്ലേ, അവിടെ എന്താ പണി നടത്തി? ഒന്നാമത് അവിടെ പോകുമ്പോ വയറൊക്കെ ഇട്ടത് ഇപ്പൊ ചുമട്ടിപ്പിച്ച് രണ്ടാം പറയുകയാണ് അതിനുള്ള ആൾക്കാർ 2-3 പെട്ട് അടിയക്കടി. അതെ, അപ്പൊ തൽക്കാലം സേഫ്റ്റി ആക്കി കൊണ്ടിട്ട് വിടുന്നു. അതല്ലേ, ഇപ്പൊ ഒന്നാമത് വെള്ളം കൂടുതലല്ല, എല്ലാവർക്കും അറിയില്ലല്ലോ. അപ്പൊ വെള്ളം ഇല്ലാത്തവിടെ വിടുകയാണ്. അപ്പൊ ഇനിയിപ്പോ അവിടെ 2 ആഴ്ച ആവും തുറക്കാൻ. 2 ആഴ്ചനുള്ളിൽ തുറക്കും. അത് കുറച്ചുകൂടി പണിയുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞാൽ അത് തുറക്കും. അടിക്കടി പൊട്ടില്ല, വെള്ളരിമോട്ട് 1 പൊട്ടു, ഇവിടെ 2 പൊട്ടു. ഇതിലടക്കാണോ ആള് പോയത്? അടിക്കാണ് പോയി. ഇപ്പൊ 3 മാസം മുമ്പ് എത്തും പോയി. അതല്ലേ, മൊത്തം എത്ര ആള് പോയിട്ടുണ്ടാവും ഇവിടെ? അതിപ്പോ ഒന്ന് സേഫ്റ്റി ആക്കും അവിടെ. അപ്പൊ ഇത്ര ആൾ തിരക്കാകുമ്പോ അറിയില്ലല്ലോ. ഇപ്പൊ ഈ കടയിൽ തുറന്നു വിട്ടു, അപ്പൊ തന്നെ ഒരു സ്ത്രീ പോയിട്ട് പെട്ടു. പിന്നെ ആൾക്കാർ വലിച്ചു കയറ്റിയാണ്. അതെല്ലേ, പെട്ടെന്നായിരിക്കും മല വഴി ഒന്നായി വെള്ളം വരും. അപ്പൊ അവിടെ ആകുമ്പോ ആഴം കമ്മിയാണ്, പെട്ടെന്ന് പെടവില്ല, പെട്ടെന്ന് പറഞ്ഞല്ലേ. അവിടുന്ന് കേറി വരാന്നുണ്ടെങ്കിൽ നമുക്കൊരു സൂചന കിട്ടിയിരുന്നു. താഴത്തുനിന്ന് 1-2 ആഴ്ച കഴിഞ്ഞാൽ ഓപ്പണിംഗ് ആവും. പത്രത്തിലൊക്കെ കാണും, പരസ്യം കാണും. ഉണ്ടാവില്ലേ? അപ്പൊ വന്നാ മതിയല്ലേ. അവിടെ ഇതിനെക്കാട്ടും കുറച്ചും കൂടി ഗൂഗിൾ പേ അവിടെയാണ് നിൽക്കണം. എന്റെ ഫോണില് ഉണ്ടോ നോക്കാം. കോച്ചിന്റെ ബാക്കിൽ എത്രയാണ്? 40. ഇവിടെ ഇനിയിപ്പോ സീതാർകുണ്ട് മാത്രമല്ലേ ഉള്ളൂ, വേറെ എന്തെങ്കിലും ഉണ്ടോ ഏട്ടാ? വേറെ ഇവിടെ സീതാറുണ്ട്. പോണ പോക്ക് താമരപ്പാടം. അതേ പോണ വഴി തന്നെ കാണാല്ലേ? വഴിയിൽ കാണും. അപ്പൊ 1 മാസം കൂടി ആണ്, അപ്പഴേ ഒന്നുകൂടി നോട്ടോളൂ പൂക്കളൊക്കെ വെച്ചിട്ട്. അതല്ലേ. ഓ, ഇവിടുത്തെ റോഡൊക്കെ എന്താണോ അല്ലേ റെഡിയാക്കുക? റോഡ് പാസ്സായിട്ടുണ്ട്. കൊറേ അന്ന് ഞങ്ങൾ 1 വർഷം മുന്നേ വന്നപ്പോൾ ഇതേ അവസ്ഥയായിരുന്നു. അത് ഒരേ മഴയും പിടിച്ചില്ലേ, എല്ലാം ചെയ്യേണ്ടതാണ്. അതൊന്ന് മഴയും ലോഡ് വണ്ടികളൊക്കെ വന്നപ്പോ ആമ്പിയതാണ്. ഒന്ന് പാസ്സായി പറഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കുറച്ച് ദിവസമായിട്ട് തൂർത്തേനെ. തൂർത്ത് കഴിഞ്ഞാൽ പിന്നെ പാസ്സായി കഴിയും ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ഉള്ള പൈസയും ചെലവായി പോകില്ല. കുറച്ചൊക്കെയാണ് ചെയ്യാൻ, ഒരുപാട് ഉണ്ടല്ലോ. ഇവിടെ ഒറ്റപ്പെട്ട ഒരു കടല്ലേ? ചായക്കട ചിലപ്പഞ്ചേട്ടന്റെ ചായക്കട. 3 കിലോമീറ്റർ പോയിട്ട് അങ്ങനെ റൈറ്റിക്ക് പോകണം. 3 കിലോമീറ്റർ റൈറ്റിക്ക്. ഓക്കെ, ശരി. ഓക്കെ, മിസ്സായി പോയതാണ്. അത് കുഴപ്പമില്ല. ഓക്കെ, ക്ഷമിക്കും. ഓ ശരി, അത് കുഴപ്പമില്ല. പഠിക്കോ. അപ്പൊ ഗൈസ് അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പൊ റോഡൊക്കെ അവർ ഇനി റെഡിയാക്കുന്ന പറഞ്ഞു, പാസ്സായിട്ടുണ്ടെന്നോ പറയണത്. ഞങ്ങൾ കഴിഞ്ഞ ഇതിന് ഒരു 6-7-8 മാസമായിട്ടും കൂടി വന്നിട്ട് അപ്പോൾ ഈ റോഡിന്റെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ സീതാർകുണ്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സീതാർകുണ്ടിലാണ് മേലോട്ട് കയറ്റി വിടില്ല എന്ന് അവർ പറഞ്ഞു. 2 ആഴ്ച എന്തായാലും പിടിക്കും, അവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കയറ്റി വിടുള്ളൂ. അപ്പോൾ പത്രത്തിൽ വരുന്ന പറഞ്ഞു. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇങ്ങോട്ട് വരിക കേട്ടോ. പിന്നെ ഒന്നാമത്തെ റോഡ് ഭയങ്കര മോശമാണ്. അവിടെ നിന്ന് തന്നെ ഒരു സൂചന ആരും കൂടി കയറി വരില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് വെറുതെ പാർക്കിംഗ് ഫീസ് കൊടുത്തൊരു ഇതായിപ്പോയി. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഇപ്പോൾ നമുക്ക് താഴത്തേക്കോട്ട് താമരപ്പാടൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഗേസ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് എൻട്രി ഫീസ് ഉണ്ട്, ഒരാൾക്ക് 20 രൂപയാണ്. പക്ഷെ അങ്ങോട്ട് കയറുന്നില്ല കേട്ടോ. ആമ്പൽപ്പാടൊക്കെയാണെന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്തൊക്കെ നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവരൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഞങ്ങൾ കയറുന്നില്ല. ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ ഒന്ന് പറ്റിയ പോവാട്ടോ. അപ്പോൾ എന്തായാലും അങ്ങോട്ടും കൂടിയും പോയിട്ട് അവിടുന്ന് കാണിച്ചു തരാം. ഫ്രെയിം കേട്ടോ, അടിപൊളിയുണ്ട്. പൊട്ടുകുത്തടി പടവ ചുറ്റടി ചിക്കാമ്പെണ്ണെ ചീലപ്പെണ്ണെ ചിക്ക ചിക്ക. ഞങ്ങളന്ന് ഇവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് ഇറങ്ങി. അതാ അത് കൂടെ ഇറങ്ങാൻ പറ്റൂടാ? അന്ന് ഞങ്ങൾ ഇവിടെ നിർത്തി കുറച്ചൊക്കെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ചെറിയ ഷെയ്ക്ക് വരുന്നു മാത്രം. അപ്പൊ കേസ് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നേരെ പോണ ചെല്ലഞ്ചേട്ടന് ചായക്കടയൊക്കെ കേട്ടോ. നമ്മളിപ്പോ പോയടത്തൊക്കെ ഒന്നും കാണാനൊന്നും അധികം പറ്റിയില്ല. മറ്റേടത്ത് സീതാർകുണ്ട് പോയപ്പോൾ അവിടെ പൂട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ എന്താ 2 ആഴ്ചയായിട്ട് നോക്കിയാൽ മതി. മറ്റേ ഇവിടെ പോയിട്ടും അങ്ങനെ നമ്മൾ ആമ്പൽപ്പാടത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങിയില്ല. അവിടെ ആമ്പലൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ നമ്മൾ നേരെ പോണ ചെല്ലഞ്ചേട്ടന് ചായക്കടയൊക്കെയാണ്. എന്നിട്ട് അവിടെ പോയിട്ട് എങ്ങനെ നോക്കാം. അങ്ങനെ നമ്മൾ ചെല്ലഞ്ചേട്ടന് ചായക്കടയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ചെല്ലഞ്ചേട്ടന് ചായക്കട. ചെല്ലഞ്ചേട്ടൻ അതിന് നമ്മൾ കൂട്ടിയതാണ്. ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട. ഫുള്ളാണല്ലോ അല്ലേ? ഇത് മുതലത് കാണട്ടെ. ചിലപ്പോൾ ചേട്ടാ നമ്മളെ കാണാൻ വേണ്ടി 100 കിലോമീറ്റർ ഓടിച്ചു വന്നതാണ്. ഇപ്പോഴാണ് ഈ മുതലൊന്ന് കാണാൻ പറ്റി. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്, യൂട്യൂബിലും ചെല്ലപ്പഞ്ചേട്ടൻ തന്നെ. ഇപ്പോഴാണ് കാണാൻ പറ്റി. ഞാൻ അടിച്ചു. ചെല്ലഞ്ചേട്ടാ ഇവിടെ 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 ഇവിടെ
അടുത്ത പ്രാവശ്യം പൈസ ആക്കാൻ പോവുക ഒരു ഫോട്ടോക്ക് 100 രൂപ 100 രൂപ വരെ മുതലാവും. ഇതാണ് നമ്മുടെ ചെല്ലഞ്ചാട്ടൻ. അടുത്ത മാസം നമ്മളിത് ഗ്ലാസ് ഇട്ട് തരപ്പാക്കണേ. ആകെ ഇങ്ങോട്ട് വന്ന് മുതൽ ചായക്കട ചെല്ലപ്പൻ ചേട്ടൻ ചായക്കട രക്ഷയില്ലല്ലേ. പരിപ്പാടിയും കടിയും ചായയും അടിപൊളിയായിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. പഴയൊരു സെറ്റപ്പിൽ നമ്മുടെ ചെല്ലഞ്ചാട്ടൻ്റെ ചായക്കട തൊട്ടിപ്പുറത്ത് തന്നെ അച്ഛൻ ഇരിക്കുന്നത്. കുറെ ഇപ്പൊ തുടങ്ങിയിട്ട് 3 വർഷമായില്ലേ? അതെ. അപ്പൊ ഈ 3 കൊല്ലമായി ഈ സാധനങ്ങൾ പരിപാടി വെച്ചതാണ്. എനിക്ക് ആ കടയിൽ തന്നെ നിൽക്കണം. കുട്ടി ബസ്സിന് കൊണ്ടുപോകും, സാധനം കൊണ്ടുവന്ന് ബസ്സിന് പിന്നെ അച്ഛൻ പോയിട്ട് അപ്പൊ നമ്മുടെ ചെല്ലഞ്ചേട്ടൻ ചായക്കണ്ട തൊട്ടിപ്പുറത്ത് തന്നെ കേട്ടോ. അച്ഛമ്മന്റെ വീട് തന്നെയാണ് ഇത്. വീട് തന്നെയാണ് അച്ഛമ്മന്റെ വീടും കട തന്നെയാണ്. ഒരു ചെറിയൊരു പെട്ടിക്കടയൊക്കെ ഉണ്ട് കേട്ടോ. മതി മതി. അപ്പൊ എല്ലാവരും ചെല്ലപ്പച്ചേട്ടന്റെ കടയിൽ പോകുമ്പോ അച്ഛമ്മന്റെ ഒരു മുറുക്ക് വാങ്ങാം അല്ലേ? അച്ഛമ്മ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. നമ്മൾ ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കടയിൽ പോയി ചായ കുടിച്ച് അപ്പുറത്തുനിന്ന് ഒരു മുറുക്ക് വാങ്ങി നമ്മൾ നേരെ പോവാൻ കേട്ടോ. ഇത് നേരെ ഇവിടെ ഒരു വീടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇൻസ്റ്റ സ്റ്റോറിയിലും അതുപോലെ തന്നെ വീഡിയോസ് റീലൊക്കെ അങ്ങനെ കാണുന്നതാണ് അവരുടെ വീട്. അപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം. എടുത്തോ, വണ്ടി എടുത്തോ. താഴെ ഇതിൽ ഫൗണ്ടേഷൻ ഉണ്ടാവും അവിടെ. കല്ല് വേണ്ട ആവശ്യമില്ല അല്ലേ? റീബാർ കോൺക്രീറ്റ് ചെയ്ത. ഓക്കെ, നമ്മൾ ആ വീട്ടിലേക്ക് അങ്ങനെ എത്തിയിട്ടുണ്ട്. പിന്നെ ഫോണിൽ തീരെ ചാർജ് ഇല്ല കേട്ടോ. ഓ എന്താല്ലേ, പക്ഷെ ഫോണിൽ കൂടെ വണ്ടർഫുൾ. ഇതിനെ പറ്റിയിട്ട് ഒരു 2 വാക്ക് പറയാം. ഇതിനെ പറ്റിയിട്ട് എന്ത് പറഞ്ഞാൽ നല്ലൊരു ഇതാണ്. ഇതിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഐതിഹ്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത് കുറെ കാലം വർഷത്തിന് മുമ്പ് 500 വർഷം ഇവിടെ കുറെ വീടും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഓരോ ആൾക്കാർ തോട്ടം തൊഴിലാളികൾ എല്ലാവരും ടീ ഷോപ്പ് അവര് ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് ചാരി വെച്ചിരിക്കുന്നത്. കാളവണ്ടി അല്ലേ? കാളവണ്ടി ഒരു ഇതാണ് ഐതിഹ്യം എന്നൊക്കെ പറയാം. ഒരു ചരിത്രപരമായിട്ട് പണ്ടൊക്കെ ഇവിടെ ആരും താമസിച്ച മുന്നേ അങ്ങനെ നെല്ലിടണ. ഓക്കെ, ഇവരുടെ വീടില്ലേ? ബഡ് മൂച്ചികളുണ്ട്, കുറെ ബഡ് മൂച്ചികളുണ്ട് ഗൈസ്. അടുത്ത തവണ വരുമ്പോ ഇൻഷാല്ലാ മാങ്ങ കഴിക്കാം. അത് പത്തായപ്പൂരാടാ, പത്തായപ്പൂരാണോ? നെല്ലൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വയ്ക്കണ ഒരു കളം. പക്ഷെ ഇവരുടെ വീടാണ് അത്. അവിടെ പാടില്ല തോന്നുന്നു. അവിടെ ഒരു വീടുണ്ട് ഗൈസ്.
ഏത് വണ്ടി ഈ വണ്ടിയിലാ? കാളവണ്ടി ഇല്ലടാ, കുതിരവണ്ടി. കുതിരവണ്ടിയായിരുന്നു. കുതിരവണ്ടി ഇല്ല ഇവിടെ. കഴുതവണ്ടി. കഴുതവണ്ടി. എന്താ പറയുക, പ്രത്യേകിച്ചിട്ട് കഴുത വേണ്ടല്ലോ ഇവിടെ. അതിമനോഹരമായ കാഴ്ച നമുക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോണിൽ തീരെ ചാർജ് ഇല്ല. അപ്പോൾ ഗൈസ് ഫോണിൽ തീരെ ചാർജ് ഇല്ല. എത്ര 8-9% ഉള്ളൂ. ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആവും. അപ്പോൾ എന്തായാലും സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുവരെ ഉള്ളു വീഡിയോ. സ്വിച്ച് ഓഫ് ആയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി വീഡിയോ പോകുമ്പോൾ നമുക്ക് കേട്ടോ. ഇങ്ങോട്ട് നിൽക്കണം. ഇതാണ് നാട്ടിൻപുറത്തെ ഭംഗി. പിന്നെ ഇവിടെ അതിന് മാങ്ങ നോക്ക്, മാങ്ങ വെണ്ടയ്ക്ക കൃഷി നമ്മുടെ വെണ്ടയ്ക്ക ഇപ്പോഴും കണ്ട് ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അധികം പേരൊന്നും ഇങ്ങോട്ട് വരുന്നില്ല, കുറേ പേർക്ക് സ്ഥലമൊന്നും അറിയില്ല. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടുന്ന് പോയി ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. നല്ല മഴ വരുന്നൊരു ലക്ഷണം ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ് ഗൈസ്. ഞങ്ങളിവിടുന്ന് ഇറങ്ങാണ് ഗൈസ്. വണ്ടി ചേർന്നിട്ടാണ് നിൽക്കുന്നത്.